ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ എന്ന് വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവം നമ്മെ സഹായിക്കുന്നവർക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ ശാന്തസമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ഇന്ന് ഈ വിശുദ്ധ പ്രഭാതത്തിലും ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി നന്ദി കരയുന്നു. ദൈവമായ കർത്താവെ, ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, ഈ സാഹചര്യങ്ങളിലും ഈ നാളുകളിലുമൊക്കെ ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ആരാധനയിലും ആദ്യ അവസാനത്തോളം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനം 31 പാടാം. കീർത്തനം 31. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിനെ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. ഒരു നിമിഷം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോയിരിക്കുന്ന എല്ലാ പാപങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏറ്റുപറയാം. നാം അറിയാതെ മറ്റുള്ളവരെ ദൈവത്തെയൊക്കെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയും പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാപബോധവും അനുതാപത്തോടെയും ശുശ്രൂഷയുടെ തുടർന്നായിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് താഴെ വരുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചെല്ലാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. മനുഷ്യന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നതോട് ക്ഷമിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവോട് നീ മറ്റുള്ളവരോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളിൽ മേൽ ദൈവഭക്തിയോട് നീതിയോട് സ്വഭാവത്തോട് നടക്കേണ്ടതിന് ക്രിസ്തുവും കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പീൻ. ഇന്നത്തേക്കായുള്ള പാഠങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ദൈവവചനം. ദ ബുക്ക് ഓഫ് പ്രോഫറ്റ് ഹെസക്കിയൽ
chapter 33, verses begins 1 to 9. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാനൊരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിന്റെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം മൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ, വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേൽ ഇരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ, ഇവൻ തന്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിൽ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരിക്കുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയാതിരിക്കേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 99, സാംസ് 99. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനും ആകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവേൻ, അവന്റെ പാദപീഠത്തിങ്കന്മേൽ നമസ്കരിപ്പീൻ. അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹ്റോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും. ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്കും ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്നും അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്കും ഉത്തരമരുളി. നീ അവർക്കും ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവർത്തികൾക്ക് പ്രതികാരനും ആയിരുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ വിശുദ്ധ പർവ്വത്തിൽ നമസ്കരിപ്പീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം. ആദ്യമെങ്കിലും ഇപ്പോഴും നേക്കും അങ്ങനെ തന്നെ. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം പാഠഭാഗം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. The first epistle of Paul to Timothy, chapter 3, verses 1 to 13. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യം ആകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും ആരുത്. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഇവിടെ 2-ാം പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. Gospel according to St. John,
chapter 21, verses 15 to 21. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കാം. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. വയസ്സായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരക്ക് കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട്, എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവെ, ഇവന് എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. നിങ്ങൾ കേട്ടത് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനം 282, ഹിം 282. Good.
Blessed Sunday morning to one and all. Good morning to all my beloved Holy Trinity Church members. ഈ ദിവസങ്ങളൊക്കെ ചെന്നൈയിൽ കൊറോണ വൈറസിന്റെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് ഞങ്ങൾ ഇവിടെ കേൾക്കുന്നു. നിങ്ങളൊക്കെ ഓർത്ത് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ മേൽ കർത്താവ് ആയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ICSE, CBSE, ISC പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡിന്റെ ഒക്കെ റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യപ്പെട്ടിരിക്കുന്നല്ലോ. And I believe that some of you have scored close to 99.9%, and some may be close to 60%, and some didn't get what you expected. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, and in this context, some of you are angry, confused, broken, discouraged, disoriented, embarrassed ആയിരിക്കും. ചിലര് you might be feeling that you are a big failure. Well, if anyone among you feel like this, let me remind you, let me bring the story happening today close to you. This is a story for you. ഈ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടിയുള്ളതാ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ. It's about how Peter failed. This is a story, about who came in search of Peter. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളും ഞാനും പരാജയം നമ്മൾ മുഖാമുഖം അത് കാണുമ്പം നമ്മൾ അന്വേഷിച്ചു വരുന്നത് ആരാ എന്ന ഇന്ന് ഈ കഥയെ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. And this is a story how Peter became the man most wanted by Jesus Christ and by the rulers of those times. ഇന്ന് നമുക്ക് മഹായിടവകയായിട്ട് നൽകിയിരിക്കുന്ന വിഷയം ordained ministry, transformed to transform. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 15 വാക്യം മുതൽ 19 വാക്യം വരെ. Ordained ministry, transformed to transform. അതിന്റെ 15 വാക്യം ഇവിടെ ഞാൻ പറഞ്ഞ് ഒന്നാം സബ് ടൈറ്റിൽ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 15 വാക്യം ഇങ്ങനെ പറയുന്നു: യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. When they had finished breakfast, Jesus said to Simon Peter, Simon, son of John, do you love me more than this? ഈ ഒരു ചോദ്യം നമുക്കറിയാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ട്രിക്കിയസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളെ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മളെ വീട്ടിൽ നമ്മളെ ഗസ്റ്റ് ആയിട്ട് ഒരു അങ്കിളോ ആന്റിയോ കടന്നു വരുമ്പം കൊച്ചു കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാ, നിന്റെ അപ്പനെയാണോ അമ്മയാണോ നമ്മൾ സ്നേഹിക്കുന്നത്? അപ്പനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും എന്ന് നമ്മൾ പറയുവാണെങ്കിൽ ചിലപ്പം അമ്മ ഏറ്റവും കൂടുതൽ നല്ല സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കുന്നു. ഒരു പ്രശ്നം വന്നാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ അമ്മമാരാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം പറയുവാ നമ്മളെ അമ്മയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് പറയുവാണെങ്കിൽ നമ്മളോട് കൂടെ സ്പോർട്സ് കളിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പലയിടത്തും കൊണ്ടു നടക്കുന്ന നമ്മളെ പിതാക്കന്മാര്. സോ ആരെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പലപ്പോഴും ഭയങ്കര പ്രയാസമായിരിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യമായി ഇവിടെ നാം കാണുന്ന കർത്താവ് യേശു ക്രിസ്തു യോഹന്നാനോട് പത്രോസിനോട് ചോദിക്കുന്നു, ഇവരിൽ കൂടുതലായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. ഒന്നാമത്തെ വിഷയം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, transformed shouldn't compare oneself with others. The transformed person shouldn't compare themselves with others. കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പം, ഡു യു ലവ് മീ? ഇത് കർത്താവ് യേശു ക്രിസ്തു അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇറ്റ് ഇസ് എ സട്ടിൽ റിമൈൻഡർ ടു പീറ്റർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13 അധ്യായം 37 വാക്യം, ജോൺ ചാപ്റ്റർ 13:37, 37 വാക്യം ഇങ്ങനെ പറയുന്നു. പത്രോസ് കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറയുന്നത്, പീറ്റർ said to him, Lord, why can I not follow you now? And I will lay down my life for you. ഞാൻ നിന്നെ അനുഗമിക്കുക മാത്രമല്ല, ഞാൻ എന്റെ ജീവിതം വരെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന അവിടെ പത്രോസിന്റെ ഉത്തരം അവിടെ പറയുന്നത്. എന്ന് ഓർത്തോണം, കർത്താവ് യേശു ക്രിസ്തു പത്രോസ് ഇത് പറഞ്ഞു എന്ന് കർത്താവിന് നന്നായിട്ട് ഒരു ബോധ്യമുണ്ട്. ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചോദിക്കുക, പത്രോസെ, പണ്ട് നീ എടുത്ത തീരുമാനം നിന്നും ഓർക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഡു യു ലവ് മീ മോർ ദാൻ ദം, അല്ലെങ്കിൽ ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ആൻഡ് ബൈ ദിസ് വെരി ക്വസ്റ്റ്യൻ, Peter, who had been so confident about his courage,
is thoroughly humbled. കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പം പത്രോസിന് മനസ്സിലായി ഇദ്ദേഹം വലിയൊരു കുറ്റക്കാരനെ, തെറ്റുകാരനാണെന്ന് പത്രോസിനോട് മനസ്സിലാവുന്നു. അത് മാത്രമല്ല, ഇനിയും ഈ ഒരു ചോദ്യം ചോദിക്കുമ്പം ഒരിക്കലും പത്രോസ് കർത്താവിനോട് പറയുന്നില്ല, കർത്താവെ ഇന്ന് മുതൽ ഞാൻ നിനക്കറിയാമല്ലോ എങ്ങനെയുള്ള ശിഷ്യനാണെന്നുള്ളത്. സോ he is trying to refuse to compare himself with other disciples. മൂന്നാമത്തെ ചോദ്യം കർത്താവ് യേശു ക്രിസ്തു ചോദിച്ചപ്പോൾ തന്നെ പത്രോസ് മനസ്സിലായി ഈ വിധത്തിൽ പോവാൻ നിങ്ങൾ ശരിയാത്തില്ല. So now what Peter does is this: he renounces all his self-confidence. പലപ്പോഴും എനിക്ക് നിങ്ങൾക്കും ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് വന്നിരിക്കുന്നത് we are so കോൺഫിഡൻസ് വളരെ നല്ലതാ. എന്നാൽ ദൈവമില്ലാതെ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനൊക്കും എന്ന് നമുക്കൊരു ഇച്ഛാശക്തി എന്തെയും നിങ്ങളുടെ ജീവിതത്തിൽ അത് കടന്നു വരുവാൻ നിങ്ങൾ സൂക്ഷിച്ചോണം. അത് വളരെ അപകടകരമാണെന്ന് ഇവിടെ ഞാൻ ഈ പ്രഭാത സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഒരു ക്രിസ്തീയ ഒരു വളർച്ചയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം now this is a huge step in a Christian growth. We need to come to a place where our confidence and trust is on nothing else but it's only on Jesus. കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വിശ്വാസമായിരിക്കണം എന്റെയും നിങ്ങളെയും. അത് പത്രോസിന്റെ ഈ കഥ വായിക്കുമ്പം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാനൊക്കും. ഇനി 15ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പോകട്ടെ. ഇവിടെ 15ാം വാക്യം ഇങ്ങനെ പറയുന്നു. കർത്താവ് യേശു ക്രിസ്തു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു. He said to him, "Yes, Lord, you know that I love you." അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. നമുക്കൊരു നല്ല ശതമാനം കിട്ടുവാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരോ ഒന്നും തന്നെ ഇപ്പോഴത്തെ ഒക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ഒരു 70% മേളിലോട്ട് കിട്ടുവാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ ഉടനെ അത് രാത്രി തന്നെ ഫേസ്ബുക്കിലൊക്കെ പോയി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി നമ്മൾ കാര്യങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യും. എന്റെ മകന് 80% കിട്ടി. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, നമുക്കൊരു ശതമാനം കുറച്ച് കിട്ടുവാണെങ്കിൽ 60%, 50% അല്ലെങ്കിൽ ഫെയിൽ ആയി പോവാണെങ്കിൽ എന്റെ മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുണ്ടോ? സോ നൗ ഇവിടെ നാം കാണുമ്പം ഐ ലവ് യു, ഇത് നമ്മൾ ഓർത്തോണം. പത്രോസ് പറയുമ്പം ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫ്രം എ വിനർ. ഒരു എല്ലാം ജയാലിയുടെ വായിൽ നിന്ന് നാവിൽ നിന്ന് വരുന്ന ഒരു വാക്കല്ല. എന്നാൽ അവിടെ പരാജയം മുഖാമുഖം കണ്ട് പത്രോസിന്റെ വായിൽ നിന്ന് വരുന്ന കാര്യമാ ഐ ലവ് യു. സോ ഐ ലവ് യു ഇസ് നോട്ട് കമ്മിങ് ഫ്രം എ വിനർ, ബട്ട് ഐ ലവ് യു ഇസ് കമ്മിങ് ഫ്രം എ ലൂസർ, എ പേഴ്സൺ ഹു ഇസ് എ കംപ്ലീറ്റ് ഫെയിലിയർ. രണ്ടാമത്തെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, the transform should see failure as a situation and not as a dead end. എന്റെ ജീവിതം എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് നാം ചിന്തിക്കാതെ നമ്മൾ മുമ്പോട്ട് നമ്മൾ നോക്കാൻ പഠിക്കണം. അതാ പത്രോസിന്റെ ഇക്കാര്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. Judas failed and he committed suicide. But Peter too failed, but Peter decided to live. And he decided to correct his mistakes. Peter knew that in his failure, God has not abandoned him, but God has a better plan for you. ഇന്ന് ഈ റിസൾട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ക്വാറന്റൈൻ്റെ ഈ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ ദിവസം വരും എന്ന് നമുക്ക് ചിന്തിക്കാം, വിശ്വസിക്കാം. നമുക്ക് ഒരു നാളും നമ്മൾ ചിന്തിച്ചു പോകരുത് ഈ കാണുന്ന മഹാമാരി ഇത് മാറുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകരുത്. ഇതെല്ലാം മാറും, ഇത് മാറ്റപ്പെടും. കാരണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുമ്പം എ സ്വീറ്റ് ഡേ, എ ബ്രൈറ്റ് ഡേ വിൽ കം ഇൻ യുവർ ലൈഫ് ആൻഡ് ഇൻ മൈ ലൈഫ്. So Peter knew that in his failure, God has not abandoned him, but God has a better plan. അതുകൊണ്ട് ഏത് സിറ്റുവേഷൻ, ഏത് ഫെയിലിയർ നമ്മൾ വന്നാലും അതിനെ ഫെയിലിയർ ആയിട്ട് കാണാതെ അതിനൊരു സാധാരണ ഒരു അവസ്ഥയായിട്ട്, ഒരു സിറ്റുവേഷൻ ആയിട്ട് അത് കാണുക. ഇറ്റ്സ് നോട്ട് എ ഡെഡ് എൻഡ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്. മൂന്നാമത്തെ പറഞ്ഞ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അത് 18ഉം 19ആം വാക്യമാണ്. This he said to show the kind of death that would follow Peter. 21ന്റെ 18ഉം 19ഉം ഇവിടെ നാം വായിക്കുന്നത്. This he said to show by what kind of death he was to glorify God. മൂന്നാമത്തെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, the transformed should keep his or her promises.
വിശുദ്ധ ലൂക്കോസ് സുവിശേഷം അതിന്റെ 22-ാം അധ്യായം 23-ാം വാക്യം പത്രോസ് അറിയാതെ പറഞ്ഞു പോകുന്നു, ലോർഡ്, ഐ എം റെഡി ടു ഗോ വിത്ത് യു ബോത്ത് ടു പ്രിസൺ ആൻഡ് ടു ഡെത്ത്. അന്നേരം ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ പത്രോസിന്റെ നമുക്കറിയാം സ്വല്പം എടുത്തയാട്ടമുണ്ട്. നമ്മൾ പോലെ തന്നെ പത്രോസ് സ്വല്പം എടുത്തയാട്ടക്കാരനാണ്. അതുകൊണ്ട് ചോദിക്കാതെ അങ്ങോട്ട് പറയുന്നു, നീ കാലാഗ്രഹത്തിൽ നീ ചെന്നിരുന്നാലും മരണത്തിന്റെ അറ്റത്തോളം പോയാലും നിന്നോട് ഞാൻ അവിടും കാണുമെന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് നമ്മളങ്ങ് മറന്നുപോകും. പ്രത്യേകമായിട്ട് നമ്മുടെ യൂത്ത് ഫെലോഷിപ്പിന്റെ കോൺഫറൻസ് ആയിക്കോട്ടെ, വിമൻസ് ഫെലോഷിപ്പ്, സൺഡേ സ്കൂളിന്റെ റിട്രീറ്റ്സ് ആയിക്കോട്ടെ, കൺവെൻഷൻസ് ആയിക്കോട്ടെ, കോൺഫറൻസസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നല്ല പാട്ടുകൾ കേൾക്കുമ്പോഴാണ്. കാരണം ഇമോഷണൽ ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ നമ്മൾ അതിൽ പെട്ടുപോകുമ്പം നമ്മളെ കരഞ്ഞുകൊണ്ട് പലപ്പോഴും തീരുമാനം എടുക്കും. കർത്താവെ, എന്തൊക്കെ പ്രശ്നം വന്നാലും ഇനിയും ഞാൻ ഇന്ന് അനുഗമിക്കാൻ ഞാൻ ഇത് തീരുമാനം എടുത്തിരിക്കുന്നു. അത് നമ്മൾ 2 വർഷം അല്ല 5 വർഷം 10 വർഷം കഴിയുമ്പോൾ നമ്മളങ്ങ് മറന്നു പോകും. നമുക്ക് ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്ന് ഓർത്തോ. അന്നേരം ഹസ്ബൻഡും വൈഫ് ഒരു തീരുമാനം എടുക്കുക, ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് കർത്താവെ തരുവാണെങ്കിൽ, ഈ കുഞ്ഞ് വളർന്ന് വലുതാവുകയാണെങ്കിൽ 21-ാം വയസ്സ് മുതൽ ഇതാ ഞാൻ നിനക്ക് വേണ്ടി ഇത് നൽകിയിരിക്കുക. അങ്ങനെ നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കാറാണ്. അല്ലെങ്കിൽ ഈ ക്വാറന്റൈൻ സമയമൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു പുതിയ ജോലി കിട്ടുവാണെങ്കിൽ 1-ാമത്തെ മാസത്തിന്റെ ശമ്പളം ഇത് ദൈവത്തിനുള്ളതാ. അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് വലുതാവുകയാണെങ്കിൽ അച്ഛനായിട്ട് അല്ലെങ്കിൽ മിഷണറി ആയിട്ട് ഇതാ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന പല തീരുമാനങ്ങളും ഞാൻ നിങ്ങളൊക്കെ എടുത്തു പോയിട്ടുണ്ട്, എടുക്കാറുണ്ടോ? പത്രോസും ഇങ്ങനെ അറിയാതെ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമല്ല, ഐ എം റെഡി ടു ഗോ വിത്ത് യു ടു ബോത്ത് ടു പ്രിസൺ ആൻഡ് ടു ഡെത്ത്. പത്രോസ് മറന്നുപോയി, എന്നാൽ കർത്താവ് അവിടെ മറന്നിട്ടില്ല. സോ നാവ് ഇവിടെ നാം കാണുന്നത് 18ഉം 19ഉം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പത്രോസിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പോലും അവിടെ സൂചിപ്പിക്കുന്നില്ല, പറയുന്നില്ല. എന്നാൽ ഇതാ ഞാൻ പറയാൻ പോകുന്നത്, നിന്റെ അന്ത്യം എങ്ങനെ ആയിരിക്കും, ഹൗ യു ഗോയിങ് ടു ഫേസ് ഡെത്ത്, ഇതാ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സോ നൗ വാട്ട് ഹാപ്പൻഡ്, ജീസസ് സ്കിപ്സ് ദ റെസ്റ്റ് ഓഫ് പീറ്റേഴ്സ് ലൈഫ് ആൻഡ് കോൺസെൻട്രേറ്റ്സ് only on how he will die. For Jesus is too serious about your promises and he will wait for that. Someday, God will give you the chance to keep your promise. Someday, God will give you the chance to keep your promise. And നിങ്ങളും ഞാനും ഏതെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ ഈ സമയത്ത് ഭവനത്തിലിരുന്നോ, ആലയത്തിലിരുന്നോ, സൂമിലിരുന്നോ, യൂട്യൂബിന്റെ മുമ്പിലിരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളെ മാതാപിതാക്കന്മാര്, മക്കള്, ഭാര്യ, ഭർത്താവ് ഇതെല്ലാം മറന്നുപോകും. മറക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ദൈവം ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരു ദിവസം നമ്മളോട് ചോദിക്കും, മകനെ, മകളെ, ഈ തീരുമാനം നീ എടുത്തില്ലായിരുന്നു. 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഒരുമിച്ച് വായിച്ചു, പഠിച്ചു. ട്രാൻസ്ഫോം ഷുഡ് കമ്പയർ വൺ സെൽഫ് വിത്ത് അതേഴ്സ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളതല്ല. ദൈവം തന്നിരിക്കുന്ന ചെറിയ സന്തോഷമായിക്കോട്ടെ, അതിൽ ആനന്ദിക്കുവാൻ, ഒരു ബ്ലിസ്സിന്റെ അവസ്ഥയിലേക്ക് പോകാൻ ഞാൻ നിങ്ങൾ പഠിക്കണം. 2, ട്രാൻസ്ഫോം ഷുഡ് സീ ഫെയിലിയർ ആസ് എ സിറ്റുവേഷൻ ബട്ട് നോട്ട് ആസ് എ ഡെഡ് എൻഡ്. നമ്മളെ എന്റെ ഈ ആലയത്തിൽ ഉള്ള സുഹൃത്തുക്കൾ, എന്റെ കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ, നിങ്ങൾക്ക് ചെറിയ ഫെയിലിയേഴ്സ് ഒക്കെ വന്നേക്കാം. ബട്ട് ഡോണ്ട് പുട്ട് യുവർ സെൽഫ് ഡൗൺ, ഡോണ്ട് ബി ഇൻ എ ബ്രോക്കൺ സ്റ്റേറ്റ്. You will come up, my dear brothers and sisters in Christ. കർത്താവ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യവും അവസരവും നിങ്ങൾക്ക് ദാനമായിട്ട് നൽകും. 3, the transform should keep his or her promises. നമ്മൾ ഏതെങ്കിലും വാഗ്ദത്തം നമ്മൾ ദൈവത്തിന് മുമ്പാകെ എടുക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ നിങ്ങളെയും എന്നെയും ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് പഠിക്കാം. എനിക്ക് അവസരം നൽകിയ സുരേഷിനോടും മറ്റെല്ലാവരും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളൊക്കെ ഞങ്ങൾ പ്രാർത്ഥന ഓർക്കാറുണ്ട്. വളരെ വേഗത്തിൽ നിങ്ങളെ കാണാം എന്ന് ഞങ്ങൾ ഇവിടെ വളരെ മനസ്സിൽ ഞങ്ങൾ ചിന്തിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ദൈവത്തിന്റെ കൃപയും സമാധാനം സന്തോഷവും ഞങ്ങൾ മേൽ ഇന്നും എന്നേക്കുമായിട്ട് ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ ചേർന്നുവെല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിയായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ആഴ്ചയിൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ
ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തവർ മിസ്റ്റർ ജോൺ കെ ജോൺ, റിനി മാത്യു, ആനന്ദ് ടി കെ, ജോസഫ് ജോൺ അമ്മാട്ടിൽ, മേരി മാത്യു, തരുൺ തോമസ് മാത്യു, മിസ് മേരി ചാക്കോ, സൂസൻ മാത്യു തോമസ്, ഡാനിയൽ മാത്യു തോമസ്, എൽസ ആനിറ്റു, ജോസഫ് ചെറിയാൻ, കോര ജി മാത്യു മോഡയിൽ, സാം കെ ജെ, സാഞ്ചസ് തോമസ്, ദീപിക അന്നാമ തോമസ്, താരിക അച്ചാമ തോമസ്, ആൻ സൂസൻ ലീ, കുര്യൻ ജേക്കബ്, സാബു ഐസക്, ജെയിൻ വിൻസെന്റ്, റോയ് എബ്രഹാം വർഗീസ്. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ മിസ്സസ് ടൈറ്റസ് റെജി ആൻഡ് മില്ലി ടൈറ്റസ്, ബോബി ജോൺ ആൻഡ് ഷാലു ബോബി ജോൺ, സുമേഷ് റോബർട്ട് ആൻഡ് സുമന റോബർട്ട്, അനിൽ പി ഡാനിയൽ ആൻഡ് സുജാത പി, സ്റ്റാൻലി ചെറിയൻ ആൻഡ് മിനി സ്റ്റാൻലി. ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവമായ കർത്താവേ, അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാൻ വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ദേവാലയത്തിൽ വന്ന് മുട്ടുകളെ മടക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും കർത്താവെ, ഭവനങ്ങളിൽ അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ പ്രിയ കർത്താവെ, ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവരെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയ കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിന്റെ കരുതൽ തുടർന്നും ജീവിത സാഹചര്യത്തിൽ അനുഭവിച്ചറിയുവാൻ അവരെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, ഈ നിമിഷം വരെയും അങ്ങ് അവരെ കാത്തുവല്ലോ. ജീവിതയാത്രയിൽ പ്രതികൂലങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, നൊമ്പരങ്ങൾ വന്നു. കർത്താവെ, അതിൻ്റെയൊക്കെ നടുവിലും അങ്ങയുടെ താങ്ങുന്ന കരം അവരോടുകൂടി ഇരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്തു. കർത്താവെ, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കർത്താവെ, അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയുവാൻ അവരെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങൾ സഭയായി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവേശിച്ചിരിക്കുന്ന വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ സഹായിക്കണമേ. കർത്താവെ, ജീവിതയാത്രയിലും മുൻപോട്ടുള്ള സാഹചര്യങ്ങളിലുമെല്ലാം കർത്താവെ, അങ്ങയിൽ മാത്രം ആശ്രയിപ്പാൻ അവരെ ബലപ്പെടുത്തുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ യാചിക്കുമ്പോൾ ദൈവോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം ചെലവഴിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വീണ്ടും ഒരാഴ്ചക്കാലം കൂടി ഈ ഭൂമിയിൽ പാർക്കുവാൻ, ഈ ഭൂമിയുടെ നന്മകൾ അനുഭവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ച വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി കരയറ്റാം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിന്റെ കരുതൽ തുടർന്നും ജീവിതത്തിന് മുൻപോട്ടുള്ള സാഹചര്യങ്ങളിലും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിപ്പാൻ കർത്താവെ, ഞങ്ങൾ ഏതുമില്ല, ഞങ്ങളുടെ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ പോലും യോഗ്യതയുള്ളവരല്ല എന്നുള്ളതായ തിരിച്ചറിവ് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ, ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, പ്രാർത്ഥനയിൽ നിന്ന് ബലം നേടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഇതാ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയതായ ഈ നല്ല പ്രഭാതത്തിലും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ ആരാധനകൾ അങ്ങയുടെ തിരുമുൻപിൽ ഏറ്റവും മഹത്വമേറിയതായി തീരുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ആവശ്യങ്ങളും നൊമ്പരങ്ങളും വേദനകളുമൊക്കെ അങ്ങ് അറിയുന്നു. ഞങ്ങൾ കടന്നു പോകുന്നതായ ഈ പ്രതികൂല സാഹചര്യവും അങ്ങ് അറിയുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഇതിന്റെ അവസാനം എങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. കർത്താവെ, ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകിയ ദൈവം ഞങ്ങളെ തുടർന്നും വഴി നടത്തുവാൻ വലിയവനാണെന്നുള്ള വിശ്വാസത്തിൽ ദൈവീയ കരങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിപ്പാൻ, ഞങ്ങളുടെ നിലവിളികൾ അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശേഷാൽ സഭയായി ഈ നാളുകളിൽ ദൈവകരങ്ങളിൽ ആയിരിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, ഒരുമിച്ച് ആരാധന സമൂഹമായി നിലനിൽപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മളെ നടത്തുന്ന ആ വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, കഴിഞ്ഞ 3 മാസത്തിന് മുകളിലായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കുന്നില്ല. കർത്താവെ, ഞങ്ങൾക്ക് വലിയ ആ ഒരു ഫെലോഷിപ്പ് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. എങ്കിലും ദൈവമായ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനും ആത്മാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിപ്പാനും അങ്ങ് ഞങ്ങളെ ഇടയാക്കുന്നുവല്ലോ. പ്രിയ കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ നിലവിളികളായി ഉയരുമ്പോൾ, കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് മറുപടി നൽകുന്ന ദൈവമാണല്ലോ. കർത്താവെ, ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകം ആളുകൾ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. കർത്താവെ, ഈ കോവിഡ് എന്ന മഹാവ്യാധി കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാടുകളിലും ഞങ്ങൾ അറിയാവുന്നവരുമൊക്കെ ഈ രോഗത്താൽ ഭാരപ്പെടുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും ആശ്വാസവും ഒക്കെ നൽകി കർത്താവെ, രോഗം ബാധിച്ചിരിക്കുന്നവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ തൊട്ട് സൗഖ്യപ്പെടുത്തുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് ഓരോ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ, അവരുടെ ആരോഗ്യത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ, സുഖപ്പെടുവാൻ, സൗഖ്യപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവീ കരങ്ങളിലേക്ക് നമുക്ക് ഓരോ രോഗികളെയും സമർപ്പിക്കാം. വിശേഷാൽ നമ്മുടെ ദേശത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുകളിലുമൊക്കെ ആർക്കാണ് രോഗമുള്ളതെന്ന് പോലും ഞങ്ങൾക്ക് അറിയുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളോട് ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവമായ കർത്താവ്, ഇതിന്റെയൊക്കെ നടുവിൽ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വലിയ സമാധാനവും നൽകിയിരിക്കുന്നു. ആ വലിയ കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഗ്രേസ് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ള കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത കരങ്ങൾ, അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ മുഴുവൻ സൗഖ്യമാകുവാൻ, കർത്താവെ, ഞങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ ദേശവും ഒക്കെ ആ ഒരു പഴയ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ദേശത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് ഡ്യൂട്ടിയിലായിരിക്കുന്ന എല്ലാ ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമൊക്കെയാണ് കർത്താവെ അവർ ഈ സാഹചര്യങ്ങളിൽ ചെലവഴിക്കുന്നത്. കർത്താവെ, അവരുടെ ജീവന് തന്നെ അപകടമാകുന്ന രീതിയിലാണ് കർത്താവെ ചെലവഴിക്കുന്നത്. കർത്താവെ, അനേകം ആളുകൾ കർത്താവെ ഈ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക ഡോക്ടർമാർ കർത്താവെ ഈ കോവിഡ് പോസിറ്റീവ് ആയി മാറുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നു. കർത്താവെ, അവരുടെയൊക്കെ ജീവനെ അങ്ങയുടെ കരങ്ങളിലേക്ക് വെച്ച് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ അവരെയൊക്കെ പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവരുടെ സാഹചര്യങ്ങളിലൊക്കെ അങ്ങ് ഇറങ്ങിച്ചെന്ന് കർത്താവെ അവരുടെ കരങ്ങളിലൂടെ അങ്ങ് പ്രവർത്തിക്കുമാറാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഡോക്ടർമാരെയും എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗവൺമെന്റിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മേൽ വസിക്കുമാറാകണമേ. ഉചിതമായ തീരുമാനങ്ങളെ എടുത്തുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ദേശത്തെ നയിപ്പാൻ തക്കവണ്ണം അവരെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ അറിവിലും അറിയപ്പെടാതെയും ഒക്കെ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആണിപ്പഴുതുള്ള കരങ്ങൾ തൊട്ട് കർത്താവെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അങ്ങ് മഹാവൈദ്യനാണല്ലോ, അങ്ങ് തൊട്ട് സൗഖ്യമുണ്ടല്ലോ, അങ്ങയുടെ നോട്ടത്താൽ സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, രോഗികളെല്ലാം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ, സൗഖ്യമാക്കുന്ന കരങ്ങൾ നീട്ടി കർത്താവെ അവരെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കോവിഡ് രോഗത്താൽ കർത്താവെ ഞങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളിലുമൊക്കെ കർത്താവെ വേദന അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്. കർത്താവെ, അനേകം ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് ഭാരത്തിലും പ്രയാസത്തിലൂടെയുമൊക്കെ കടന്നു പോകുന്നു. ദൈവമായ കർത്താവെ, അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ അങ്ങ് സമാധാനം നൽകണമേ. കർത്താവെ, ഞങ്ങളെ കഴിയുന്നതുപോലെയൊക്കെ അവരെയൊക്കെ സഹായിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനേകം ആളുകൾ ജോലിയുടെ
നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയിൽ കർത്താവെ ഈ നാളുകളിലൂടെയൊക്കെ കടന്നു പോകുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് വഴിയും വാതിലും തുറക്കുമാറാകണമേ നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ കർത്താവെ, അനേകം ആളുകൾ ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നു. ബിസിനസ്സൊക്കെ നഷ്ടമായി, പ്രഹാരത്തിലൂടെയും പ്രയാസത്തിലൂടെയും ഇനി മുൻപിൽ എന്താകുമെന്നുള്ളതായ ചിന്തയിൽ കർത്താവെ കടന്നു പോകുന്നു. ദൈവമായ കർത്താവെ, അവരുടെ സാഹചര്യങ്ങളെ ഒക്കെ ദൈവമേ അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവെ, അവരുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. കർത്താവെ, അവരോട് അങ്ങ് മനസ്സലിയണമേ. ദൈവമായ കർത്താവെ, ഹൃദയത്തിൽ അങ്ങ് ബലം നൽകണമേ, സമാധാനം നൽകണമേ. കർത്താവെ, ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ തക്കണം അവരെ പ്രാപ്തരാക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും അനുഗ്രഹിച്ച് വഴി നടത്തുന്ന അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കുടുംബത്തിന്റെ നാഥനും നടത്തിപ്പുകാരനുമായി അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ തക്കോണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ എല്ലാം സമർപ്പിക്കാം. കുടുംബജീവിതത്തിന്റെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ, ഈ നാളുകളിലൊക്കെ അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുമാറാകണമേ. കർത്താവെ, കുടുംബത്തിൽ സമാധാനവും ശാന്തിയും നൽകി കർത്താവെ അങ്ങ് വഴി നടത്തുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവകരങ്ങളിലേക്ക് ഓരോ കുടുംബങ്ങളെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ തലമുറകളെയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, നല്ല ഭാവി ആഗ്രഹിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവെ, വഴിയും വാതിലും സ്വർഗം തുറന്നു നൽകുമാറാകണമേ. കർത്താവെ, ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കുടുംബമായി ജീവിപ്പാൻ തക്കവണ്ണം അവരെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. കർത്താവെ, നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞതായ വാഗ്ദത്ത കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അനേകം ആളുകൾ ഏകാന്തരായ ഭവനങ്ങളിലായിരിക്കുന്നു. ദൈവമായ കർത്താവെ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങ് അവരോടൊപ്പം നല്ല സഖിയായി കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവരെ കരം പിടിച്ച് അങ്ങ് നടത്തുമാറാകണമേ. കർത്താവെ, അങ്ങയുടെ ഉള്ളം കരങ്ങളിൽ അവരെ ഓരോരുത്തരെയും താങ്ങുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രായമേറിയവരെയും സമർപ്പിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ, അങ്ങയുടെ കൃപയിൽ നിറഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം അവരെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കിടക്കയിലായിരിക്കുന്നവരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കിടക്കയെ മാറ്റിവിരിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, അവരുടെ ജീവിതത്തിൽ അങ്ങ് വിജയം നൽകി കർത്താവെ, ഭാവി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് അവരെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർ ആഗ്രഹിക്കുന്ന ഭാവി എത്തിപ്പിടിപ്പാൻ തക്കവണ്ണം, ആഗ്രഹിക്കുന്ന കോളേജുകളിലൊക്കെ അഡ്മിഷൻ ലഭിപ്പാൻ തക്കവണ്ണം അവരെ അങ്ങ് സഹായിക്കുമാറാകണം. അതിനുള്ള വാതിലുകളും ഒക്കെ ദൈവമേ അങ്ങ് തുറന്നു നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഓരോ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മക്കളില്ലാതെ ഭാരപ്പെടുന്ന അനേകം ആളുകളുണ്ട്. ദൈവമേ, അവരെ അങ്ങ് അനുഗ്രഹിക്കണം. അനുഗ്രഹങ്ങൾ നൽകുന്നത് അങ്ങാണല്ലോ. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അവരുടെ മേൽ വസിക്കുമാറാകണമേ. കർത്താവെ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അവരെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാഹചര്യം അവരുടെ കൂടെ ഇരുന്ന് വഴി നടത്തുവാൻ തക്കവണ്ണം അവരെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. മഹായിടവയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. CSI സഭയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരെയൊക്കെ ശുശ്രൂഷകളെ ഈ നാളുകളിൽ ഓർപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തുടർന്ന് ആത്മീയമായി ബലപ്പെടുവാനും അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ഓരോ പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണമേ. നമ്മുടെ മിഷൻ വയലുകളെ എല്ലാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, എവിടെയൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ അനേകം ആളുകൾ ദൈവത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സമസ്ത ആവശ്യങ്ങളെ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. പകന്റെ കെണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും
പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചെല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരുണയുള്ള പിതാവേ, അയോഗ്യരായ അടിയരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകലനന്മയ്ക്കായിട്ടും ആഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിയിൽ പരിപാലിക്കുന്നതിനും ഈ ആഴ്ചയിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത ചൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും പ്രവാഹങ്ങൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ആളുകളൊക്കെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ ആദരവുകൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ എന്റെ സ്ഥിതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകല നന്മകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് വശത്താണ് സകല ബഹുമാനവും മാത്രം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോട് ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവർ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാന്റെ ആഗ്രഹങ്ങളും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്യ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വാതന്ത്ര്യമായി സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങളുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം ശരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്താതെ ഞങ്ങളെ വിളിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. സമാധാനത്തോടെ ആശീർവാദത്തെ കൈക്കൊള്ളുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ഭവനങ്ങളിലിരുന്ന് ആരാധനയെ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിനായി നന്ദി കരയറ്റുന്നു. പതിവ് പോലെ വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സൂമിലൂടെയുള്ള നമ്മുടെ പ്രാർത്ഥന നടത്തപ്പെടുന്നതായിരിക്കും. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിവുള്ള ആളുകളെല്ലാവരും, ഫ്രീ ആയിരിക്കുന്ന ആളുകളെല്ലാവരും ആ പ്രാർത്ഥനയിൽ സ്നേഹത്തോടെ സഹകരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഈ ആഴ്ചയിലും ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചതിനായിട്ട് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. ഓഫറിയും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഈ നാളുകളിൽ അയക്കുന്നവരോടുള്ള നന്ദി ഈ സ്നേഹ സമയത്ത് അറിയിക്കട്ടെ. നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായി ട്രഷറാർക്ക് അത് SMS ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിപ്പാനും ഒക്കെ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ അന്യോന്യം ഉറപ്പാൻ ദൈവം ഇടയാകട്ടെ. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദയവായിട്ട് എന്നെ അറിയിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കഴിവതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ സഹായങ്ങളെല്ലാം നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ ആഴ്ച എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥനയിൽ അന്യോന്യം ഓർപ്പാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.